ഓക്കെ ഗേയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് മിത്താണ് നോക്കാൻ പോണേ. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് മിത്തൊക്കെ കമൻറ്റ് ചെയ്തു. നമുക്കപ്പോൾ അതൊക്കെ നോക്കി നോക്കാം. അതിലെ ആദ്യത്തെ മിത്ത് ഇതാണ്: പോലീസ് ഓൺ അടിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉണ്ടാവും. ശരി, നമുക്ക് ആ മിത്ത് ട്രൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആർജസ്റ്റൂളിലെ പോലീസ് ഓണെന്ന് ടൈപ്പ് ചെയ്യാം. അന്നേരം ഇവിടെ പോലീസുകാർ സ്പോൺ ആവുന്ന പറയണേ. ഇവിടെ പക്ഷെ പോലീസുകാർ സ്പോൺ ആയില്ല കേട്ടാ. ആകെ ഒരാൾ മാത്രമുള്ളൂ. ഈ മിത്തപ്പോൾ വർക്കിംഗ് അല്ല. നമുക്കപ്പോൾ രണ്ടാമത്തെ മിത്ത് നോക്കാം. ലംബോർഗിനി സിയാൻ്റെ സൈഡ് ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫാ, പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് അല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ലംബോർഗിനി സിയാൻ സ്പോൺ ചെയ്യാം. 2189 ചീറ്റ് കോഡ്. അതെങ്ങനെ സ്പോൺ ചെയ്തു? ഇവിടെ പറയണത് സൈഡിലത്തെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫാന്ന്. നമുക്കപ്പോൾ വെടി വെച്ച് നോക്കാം. ആ ഗൈസ്, സൈഡിലത്തെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫാണ് കേട്ടാ. പക്ഷേ ഇതേ കണ്ടില്ലേ, ഫ്രണ്ടിലത്തെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് അല്ല. അത് ഒരു വെടിക്ക് തന്നെ പൊളിഞ്ഞു. നമുക്കപ്പോൾ മൂന്നാമത്തെ മിത്ത് നോക്കാം. ബ്രോ റോട്ടിൽ കൂടെ പോണ വണ്ടിയുടെ അടുത്ത് ചെന്ന് വണ്ടിയുടെ മണ്ടയ്ക്ക് ഹെലികോപ്റ്റർ സ്പോൺ ചെയ്യുക. അപ്പോൾ ഹെലികോപ്റ്ററും കൊണ്ട് വണ്ടി പോകും. അത് ശരി, നമുക്കപ്പോൾ ഇത് നോക്കി നോക്കാം. ഇവിടുത്തെ ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടിയുടെ മേലെ ഒരു ഹെലികോപ്റ്റർ സ്പോൺ ചെയ്യാം. ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ് എന്തായിരുന്നു? 8000. ഒരു ഹെലികോപ്റ്റർ അങ്ങനെ സ്പോൺ ചെയ്തേക്കാണ്. കറക്റ്റ് ആ വണ്ടിയുടെ മേലെ സ്പോണായി. ഗൈസ്, ഇത് നോക്കിയേ, ആ കാറ് ഹെലികോപ്റ്ററിനെ കൊണ്ട് പോവുക. അത് ശരി, ടാറ്റ ബൈ ബൈ. ഇതിപ്പോൾ ഏതായാലും കൊള്ളാം കേട്ടാ. നമുക്കപ്പോൾ നാലാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് ബ്രോ കാർ സ്പോൺ ചെയ്യൂ, എന്നിട്ട് ഇൻഫിനിറ്റി ഹെൽത്ത് എടുക്കൂ, എന്നിട്ട് കാറിൽ സ്റ്റിക്കി ബോംബ് ഇട്, എന്നിട്ട് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്തിട്ട് കാറിൽ കയറൂ, അപ്പോൾ മാജിക് സംഭവിക്കും. ശരി, നമുക്കത് നോക്കി നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു കാർ സ്പോൺ ചെയ്യാം. ഞാനിവിടെ ലംബോർഗിനി തന്നെ സ്പോൺ ചെയ്ത്. ഇൻഫിനിറ്റി ഹെൽത്ത് പിന്നെ ഓൾറെഡി അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കേ ഈ കാറിൽ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് ഇടാം. ആ മിത്തിൽ ഇപ്പം എന്നെ പറഞ്ഞത് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്തിട്ട് കാറിൽ കയറാനാ. അങ്ങനെ ഒറ്റയടിക്ക് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തൽക്കാലം നമുക്ക് കാറിൽ സ്റ്റിക്കി ബോംബ് ഇടാം. ഞാനിവിടെ ഇഷ്ടം പോലെ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ വണ്ടിയിൽ കയറണം. ഇതെന്തത്? എനിക്ക് കയറാൻ പറ്റിയില്ല, അപ്പോഴേക്കും ചത്തു. ഇനിയിപ്പോൾ ഇതാണോ മാജിക്ക്? നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ, എന്നിട്ടും നമ്മൾ ചത്തു. ചിലപ്പോൾ അതായിരിക്കും മാജിക്ക്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് തൽക്കാലം അഞ്ചാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് ബ്രോ എയർപോർട്ടിൽ പോവുക, എന്നിട്ട് അവിടെയുള്ള വിമാനത്തിൽ കയറി ഓടിക്കുക, എന്നിട്ട് റൺവേയുടെ അവസാനത്തിലുള്ള വേലിയിൽ തട്ടിച്ചാൽ ഒരു മാജിക്ക് സംഭവിക്കും. ശരി, നമുക്കത് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തേക്കാണ്. നമുക്കിത് ഈ കാണുന്ന പ്ലെയിനിൽ കയറാം. ഈ പ്ലെയിന് പിന്നെ പറത്താൻ പാടില്ല, ജസ്റ്റ് ഓടിച്ചാൽ മതി. ആ റൺവേയുടെ അറ്റത്തെ ആ കമ്പി വേലില്ലേ, ആ കമ്പി വേലുമേ നല്ല സ്പീഡിൽ കൊണ്ട് ഇടിക്കണം. അന്നേരം ഒരു മാജിക്ക് സംഭവിക്കുന്ന പറയണേ. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടാ. ഈ പ്ലെയിന് ഞാൻ പറത്തണില്ല. നമുക്കപ്പോൾ ആ കമ്പി വേലുമേ കൊണ്ട് ഇടിക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പോൾ പ്ലെയിനിൽ തീ പിടിച്ചുട്ടാ, മിക്കവാറും അത് പൊട്ടിത്തെറിക്കും. ഇതെന്തത്? ഇവിടെ എന്തു സംഭവിച്ചുട്ടാ? നമ്മൾ പക്ഷെ ചത്തു, കാരണം അൺലിമിറ്റഡ് ഹെൽത്ത് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുട്ടായാലും ഇതും ഒരു വെറൈറ്റി മിത്തയുണ്ട്. നമുക്കപ്പോൾ ആറാമത്തെ മിത്ത് നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആറാമത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് ബ്രോ ഗോസ്റ്റ് റൈഡർ ബൈക്ക് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പോലീസുകാരനെ ബൈക്ക് കൊണ്ട് ഇടിച്ചാൽ ആ പോലീസുകാരന് ഒന്നും പറ്റില്ല. ശരി, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഞാൻ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്ക് സ്പോൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം. ഓക്കെ, ഇവിടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തേക്കാണ്. അവിടെ പിന്നെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഇയാളെ ഇടിച്ചു കഴിഞ്ഞ് ഒന്നും സംഭവിക്കില്ലെന്നാ പറയണേ.
ആ അത് ശരിയാണ് കേട്ടാ. ഞാൻ ഇയാളെ ഇടിച്ചപ്പോൾ ഇയാൾക്കൊന്നും സംഭവിക്കണില്ല. ഇതിപ്പോൾ സാധാ NPC ആയിരുന്നെങ്കിൽ അവരിപ്പോൾ കത്തിക്കരിഞ്ഞാന്. പക്ഷേ ഈ പോലീസുകാരന് ഒന്നും സംഭവിക്കണില്ല. അതെന്താണാവോ? എന്നാലും ഇതിനെ കൊന്നില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. ഇന്ന പിടിച്ചോ. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ നമുക്ക് 7ാമത്തെ മിത്ത് നോക്കാം. ബ്രോ ഹോഴ്സ് ഇറക്കുക, പിന്നെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് ഇറക്കുക, പിന്നെ ഹോഴ്സിൽ കയറുക. അപ്പോൾ ഒരു മാജിക്ക് സംഭവിക്കും. ശരി, നമുക്കത് നോക്കി നോക്കാം. നമുക്കപ്പോൾ ആദ്യം ഒരു കുതിരനെ സ്പോൺ ചെയ്യാം. 200 ചീറ്റ് കോഡ്. പിന്നെ ഗോസ്റ്റ് റൈഡർ ബൈക്ക് 5555. അതും അങ്ങനെ സ്പോൺ ചെയ്തേക്കാണ്. ഇനി നമുക്ക് രണ്ടിലും ഒരുമിച്ച് കയറാം. നമ്മുടെ ക്യാരക്ടർ ഇതേപോലെ കയറും. ഇതെന്തത്? ആളും മണ്ണിൻ്റെ അടിയിൽ പോയല്ലോ. അല്ല, ഈ മിത്ത് ഞാൻ മുന്നേ ചെയ്തിട്ടില്ലേ? ഞാൻ പണ്ട് എപ്പോഴും ചെയ്തിട്ടുണ്ട്. പണ്ട് ഞാൻ ഇഷ്ടം പോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണും. ഇനിയിപ്പോൾ നമുക്ക് 8ാമത്തെ മിത്ത് നോക്കാം. ബ്രോ അൾട്രാ സൂപ്പർ ജമ്പ് ഓൺ ചെയ്യുക. ആർജസ്റ്റുള്ളിൽ ഡോണ് ചാടിക്കും വിളിക്കുമ്പോൾ ഓൺ ആക്കണം ഡ്രോണ്. നമുക്ക് നോക്കി നോക്കാം. നമുക്കപ്പോൾ അൾട്രാ സൂപ്പർ ജമ്പ് ഓൺ ചെയ്യാം. 1216 അതാണ് ചീറ്റ് കോഡ്. ഇനി നമുക്ക് ആർജസ്റ്റുള്ളിലെ ഡോണെന്ന് ടൈപ്പ് ചെയ്യാം. അന്നേരം ഡ്രോൺ മോഡ് ഓണാവും. ഇപ്പോൾ ടിക്കടിക്കണ്ട, ചാടുമ്പോൾ ടിക്കടിക്കുക. ലെറ്റ്സ് ഗോ. ഇതേ കണ്ടില്ലേ, നമ്മുടെ ക്യാരക്ടർ ഇവിടെ എയറിൽ സ്റ്റക്കായി. ഇതിപ്പോൾ ഏതായാലും കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി മിത്തുണ്ട്. നമുക്കപ്പോൾ 9ാമത്തെ മിത്ത് നോക്കാം. സ്പൈഡർ ജമ്പ് ഓണ് ആൻഡ് ജമ്പ് അറ്റ് സെയിം ടൈം. കോള് 1216 മാജിക്ക്. എന്ത്? നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്പൈഡർ ജമ്പ് ഓണാക്കാം. അതാ മറ്റേ അൾട്രാ സൂപ്പർ ജമ്പാ 1216. അതെങ്ങനെ അടിച്ചിട്ടുണ്ട്? നമുക്ക് വീണ്ടും അടിക്കാം 1216. എന്നിട്ട് വിളിക്കാൻ വരട്ടെ. നമുക്ക് ഒന്ന് ചാടി നോക്കാം. ചാടിന് ശേഷം ചീറ്റ് കോഡ് ആക്ടിവേറ്റ് ചെയ്യുക. അന്നേരം ഒരു മാജിക്ക് സംഭവിക്കുന്ന പറയണേ. ഇതാണോ മാജിക്ക്? നമ്മുടെ ആളിത് തല്ലിടിച്ച് വീണു. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു മിനിറ്റ്, ഇതെന്തത്? നമ്മുടെ ആള് നിൽക്കണ നോക്കിയേ, പോസും കാണിച്ച് നിൽക്ക. ശരി, ഇത് കൊള്ളാണ്ടാ. നമുക്കിവിടെ വെപ്പൺസും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുട്ടായാലും ഇതൊരു വെറൈറ്റി മിത്തുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവസാനത്തെ മിത്ത് നോക്കാം. ഇതിൽ പറയണത് നമ്മൾ ഒരു കാർ എടുത്തിട്ട് എന്നിട്ടത് RPG വെച്ച് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഏത് കളർ ആണെങ്കിലും അതിൽ കാറിൻ്റെ ലൈറ്റ് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ RGB ആക്കിയ ലൈറ്റ് കാണാൻ പറ്റും. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കാർ സ്പോൺ ചെയ്യാം. ഞാനിവിടെ മഹീന്ദ്ര താറ സ്പോൺ ചെയ്ത്. ഇനി അത് RPG വെച്ച് പൊട്ടിക്കുക. അന്നേരം ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇല്ലേ, അത് കാണാൻ പറ്റില്ലെന്നാ പറയണേ. എനിക്കത് കാണാനില്ല. നമുക്ക് ഈ വണ്ടിയുടെ കളർ മാറ്റാം. ഓറഞ്ച് കളർ കൊടുത്തു. ഇതേ കണ്ടില്ലേ, വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കാണാനില്ല. ഇനിയിപ്പോൾ നമുക്ക് കളർ മാറ്റാം, RGB ആക്കാം. ഇതേ കണ്ടില്ലേ, ഇപ്പം നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും കാണാൻ പറ്റും. ശരി, ഈ മിത്തും ഏതായാലും കൊള്ളാം കേട്ടാ. ഓക്കെ ഗേയ്സ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ 10 മിത്ത് മാത്രമേ ചെയ്യുള്ളൂ. നമുക്കപ്പോൾ ബാക്കി മിത്ത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.